എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് കുറച്ച് ക്വിക്കായിട്ട് നോക്കി പോവാണ്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് ദിവസമായി അല്ലേ. അപ്പോൾ ഇവരുടെ എനർജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് അന്ന് ചിലരെങ്കിലും, വളരെ ചുരുക്കം പേരാണെങ്കിലും ചിലർ മൂവ് ഓൺ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ആ സിറ്റുവേഷനിൽ? എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മനസ്സ് എന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ. ക്യുക്കായിട്ട് കുറച്ച് കാർഡ്സ് എടുത്താണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നാളെ 11 മണിക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഉണ്ട്. ഓക്കെ, വേണ്ടവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ അടുത്ത് അവർ മൂവ് ഓൺ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് അറിയിച്ചാൽ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അടുത്ത് എൻ്റെ വ്യൂവേഴ്സ് പറയുകയാണ് അവർ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ അവരോട് എന്തായിരിക്കും? അവർ തടുക്കാൻ ശ്രമിക്കുമോ? പോയിക്കോളാൻ പറയുമോ? എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? ഓക്കെ, 2 of Swords, Hierophant, Judgment. നിങ്ങളുടെ പേഴ്സൺ വിയേർഡാണ്. 3 of Cups, 9 of Swords, Ace of Pentacles, 5 of Pentacles, 2 of Cups, King of Cups, King of Swords. ഓരോ കാർഡ്സും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പറയാം കേട്ടോ. കാരണം ഇവരുടെ ചിന്തകൾ എന്താണെന്ന് ദൈവത്തിനും ഇവർക്ക് മാത്രമേ അറിയൂ. ക്ലാരിഫൈ 2 of Swords, ക്ലാരിഫൈ 2 of Swords. അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും എന്നാണ് ആദ്യത്തെ എൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ. അതിൻ്റെ എന്താണ് അവിടെ കൺഫ്യൂഷൻ? ഓക്കെ, എന്താ ഞാൻ പറയുക, അവിടെ കാർഡ്സ് വന്നത് ലവേഴ്സ്, 10 of Cupsഉം ഹെർമിറ്റും. അതായത് നിങ്ങൾ അങ്ങനെ പറയാം, അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഇവരുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ സ്പൗസ് ആവാം, ഫാമിലി ആവാം. ഓക്കെ, അവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു, ഇവർ നിങ്ങൾക്കൊരു തീരുമാനം തരുന്നില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ തന്നെയാണ് അവിടെ കണ്ടത്. അതായത് തീരുമാനം എടുക്കാൻ പ്രാപ്തിയില്ലാത്ത ആൾ എന്ന് തന്നെ. ഫാമിലിയുടെ അടുത്തേക്ക് വരണോ, നിങ്ങളാണ് അവരുടെ ലവ്. ഓക്കെ, സ്നേഹത്തിൻ്റെ അടുത്തേക്ക് വരണോ, ഫാമിലിയുടെ അടുത്തേക്ക് വരണോ എന്ന് ആലോചിച്ച് പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോഴും അവരുടെ അടുത്തുനിന്ന് ഒരു തീരുമാനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഇവരെന്ത് തീരുമാനം എടുക്കും ഡിവൈൻ? ഈ കേസുകാർ എന്ത് തീരുമാനം എടുക്കാനാണ് സാധ്യത? നമ്മൾ ഈ സിറ്റുവേഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നത്. അവിടെ വീണ്ടും അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തീരുമാനമായിരിക്കും അവരവിടെ എടുക്കുന്നത്? വീണ്ടും ഹെർമിറ്റാണ് വന്നത്. തീരുമാനമൊന്നും എടുക്കില്ല അവിടെ. അപ്പോഴും നിങ്ങളെ ഹാങ്ങിങ്ങിൽ തന്നെ നിർത്തും. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമുക്ക് മുന്നോട്ടും പോകാൻ വയ്യ, പുറകോട്ടും പോകാൻ വയ്യ എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. അവരും സ്റ്റക്കാവും, നമ്മളെയും സ്റ്റക്കാക്കും എന്നുള്ളൊരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. എന്ത് കഷ്ടമാണ് അല്ലേ. വിർഗോ, കന്നി രാശി, മിഥുന രാശി, ജെമിനായി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനായി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. അത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടുമല്ലോ എന്തായിരിക്കും എന്ന്. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. നമ്മളത് അല്ലാന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ചോദിക്കാം, ഇവർ റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ അവിടെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന്, അറിഞ്ഞുകൂടായിരുന്നോ എന്ന് നമുക്ക് ഒരു തർക്കത്തിന് വേണ്ടി ചോദിക്കാം. പക്ഷെ മനുഷ്യൻ്റെ ഫീലിങ്സാണ്
നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നുപോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എന്നാൽ അവർക്ക് അപ്പുറത്തുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വിടാനും വയ്യ എന്നൊരു സിറ്റുവേഷൻ. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ഡെത്ത്, 4 of Swords and ഓക്കെ 10 of Wands. ഞാനിവിടെ പറയും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊരു എൻഡ് കുറിക്കുന്നു. കാരണം ഡെത്ത് യൂഷ്വലി ന്യൂ ബിഗിനിങ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. ഒരു സിറ്റുവേഷന് എൻഡ് കുറിച്ചിട്ട് പുതിയ ബിഗിനിങ് എന്ന് നമ്മൾ പറയും. പക്ഷെ അവിടെ വന്നിരിക്കുന്ന കാർഡ് ഏതാണ്? ഹെയറോഫൻ്റ് ആണ്. ഹെയറോഫൻ്റ് എങ്ങനത്തെ ആളാണ്? ഫാമിലി വാല്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന കാർഡ്സും 4 of Swordsഉം 10 of Wandsഉം എന്ന് വെച്ചാൽ വളരെ വിഷമത്തോടെ തന്നെ. കാരണം അവർക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഫാമിലി, സൊസൈറ്റി, വേറെന്താണ്, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇവരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട്. അങ്ങനെയുള്ള ആള് ഒരിക്കലും രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ഒപ്പം വരാമെന്ന് അവിടെ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പം അവർക്ക് അവരുടെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അവർ ചെയ്യുന്ന ജോലി, അവരുടെ ഫാമിലി, അവരുടെ ഫാമിലിയുടെ പേര്, തറവാടിത്തം, അങ്ങനെയൊക്കെ പറയില്ലേ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവരെ 4 പേർക്ക് സമൂഹത്തിൽ അറിയാം, ഇവരെ 4 പേർക്ക് ഉപദേശം കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അവർ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷന് എൻഡ് കുറിച്ചിട്ട് അവിടെ അവരുടെ ഫാമിലിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രെസ് അനുഭവിക്കും, ബേർഡൻഡായിട്ട് ഫീൽ ചെയ്യും, എല്ലാം ഉണ്ട്. പക്ഷേ കാരണം നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ അവിടെ അവർക്ക് അതൊന്നും അവരുടെ പുറമേക്കുള്ള സൊസൈറ്റിയോടുള്ള കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നൊരു സിറ്റുവേഷനാണ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. Five of Swords, Knight of Pentacles, 9 of Wands. അവിടെയും ഇവിടെ നമുക്ക് ജെനുവിനായിട്ടൊരു റീസൺ ആണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അവിടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരിക്കും. അവർക്ക് അതിൻ്റെ ഒരു തീരുമാനം ആവാതെ മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുകയാണ് അവിടെ. അതൊരു ജെനുവിൻ റീസൺ ആണ് അല്ലേ? കാരണം അങ്ങനെ കേസ് നടക്കുന്ന അവിടെ നിങ്ങളുമായിട്ടൊരു എന്താണ് ഒരു കല്യാണമൊന്നും അവിടെ പോസിബിൾ അല്ല. അവിടെ നിയമപരമായി വേർപിരിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലൈഫ് ഇവരുടെ ഒപ്പം പോസിബിൾ ആവുള്ളൂ അല്ലേ? അവിടെ ഒരു റെസ്ട്രിക്ഷനാണ്. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും. അവർ പറയും അവിടെ ഒരു സ്ലോയിങ് ഡൗൺ വരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല, അവിടെ ഈ കേസ് നടക്കുന്നതുകൊണ്ടാണ്. ഈ കേസിൻ്റെ കാര്യം ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാ റീഡിങ്ങിലും ഇത് വരുന്നുണ്ട്. അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്, പക്ഷേ ഇതൊന്ന് തീർന്നോട്ടെ, നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ അവർ പറയും. സ്ലോയിങ് ഡൗൺ ആണ്, മൂവിങ് അവേ അല്ല കേട്ടോ. അവിടെ ഒന്ന് പകച്ച് നിൽക്കുന്നതായിട്ടും നിങ്ങൾ പെട്ടെന്ന് സഡൻലി മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. വിട്ടു പോകരുത്, ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇത് തരണം ചെയ്ത് നമുക്ക് ഒന്നിക്കാൻ സാധിക്കും എന്ന് അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ 3 of Cups, ക്ലാരിഫൈ 3 of Cups. ഇവർ എന്ത് പറയും? ഫ്രണ്ട്സായിട്ടിരിക്കാൻ പറയും. Ten of Swords, 8 of അല്ല സ്ട്രെങ്ത്. എപ്പോഴും ഞാൻ 8 of എന്ന് പറയും, സ്ട്രെങ്ത്. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ. അവരെന്താ പറയാന്ന് വെച്ചാൽ വളരെ വേദനയോടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവർ പറയും തൽക്കാലം ഇങ്ങനെ പോകട്ടെ, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാം. ഉള്ളിൽ വേദന വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാം, ഈ സമയം മാറി വരും വരെ. കാരണം അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം ഉണ്ട്. അവിടെ ഈ സിറ്റുവേഷൻ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ട്, കാരണം 3 of Cups ആണ്. അവിടെ ഇവരുടെ ഫാമിലി ആവാം, അല്ലെങ്കിൽ സ്പൗസ് ആവാം, അച്ഛൻ അമ്മ അങ്ങനത്തെ ഫാമിലി ആവാം അല്ലേ. അവിടെ എതിർപ്പുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ ആ എതിർപ്പ് ഫേസ് ചെയ്യുന്നത് മാറി വരും.
മാറി വരും വരെ, നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് മാറി വരും വരെ ഈ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. വളരെ വേദനയോടെയാണെങ്കിൽ ഇവർ പറയും, എന്നിട്ട് പറയും നമുക്ക് തൽക്കാലം ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം, ഈ ഒരു കാലം മാറി വരും വരെ ഫ്രണ്ട്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഇവർ പറയും. ക്ലാരിഫൈ 9 of Swords. Clarify 9 of Swords. 3 of Wands, Page of Wands and Emperor. അവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ലൈക്ക് ഓൺലൈനിൽ ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, മെസ്സേജസ് ഒക്കെ കൈമാറുന്നുണ്ടായിരിക്കും. ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവിടെ ഫാദർ ആവാം, ഫാദർലി ആയിട്ടുള്ള ആരോ ആവാം, അല്ലെങ്കിൽ ഇവർ വഹിക്കുന്ന പദവി അങ്ങനെയൊക്കെ. കാരണം കുറച്ച് നിങ്ങളുമായിട്ട് ഒരു കൺസിഡറബിൾ ഏജ് ഗ്യാപ്പും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പ്രായ വ്യത്യാസം നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുമൊക്കെ അവർക്കൊരു തടസ്സമായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരതൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം കേട്ടോ, നിങ്ങൾ ഒരേ സ്ഥലത്തായിരിക്കാൻ സാധ്യതയില്ല. അവർ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നു. ഓവർ സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ല. പക്ഷേ അവർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ മുന്നിലുള്ള തടസ്സങ്ങൾ. അത് ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വഹിക്കുന്ന പദവി ഇങ്ങനത്തെയാണ്, അവിടെ എനിക്ക് എടുത്തു ചാടി തീരുമാനം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഏജ് ഗ്യാപ്പ് ഉണ്ട്, അത് പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങളാവും എന്നൊക്കെ പറയാം. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മാരീഡ് ആയിരിക്കാനും സാധ്യത, ഇവരോ നിങ്ങളോ ആർക്കാണോ പ്രായ കൂടുതൽ അവിടെ അവർ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതും അവർ പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിയാമല്ലോ എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കും എന്നാണ്. ഇതുകൊണ്ടാണ് ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ മടിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ല, ഇവിടെ ഫാദറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെ അതും ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അച്ഛൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, അച്ഛൻ കൺട്രോളിങ് ആണ് ഒരുപാട്, അദ്ദേഹം വെച്ചതാണ് അവിടെ തീരുമാനം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ. അതോർത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ, അതായത് അച്ഛനെ എതിർത്ത് മുന്നോട്ട് വന്ന് ആസ് ഇറ്റ് ഈസ് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കും. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ, അച്ഛനാണ് തേർഡ് പാർട്ടി എങ്കിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? സ്പൗസിൻ്റെ കാര്യം നമുക്കറിയില്ല, അച്ഛൻ്റെ കാര്യം നോക്കാമല്ലോ. അച്ഛനാണ് അവിടെ തേർഡ് പാർട്ടി എങ്കിൽ ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അവിടെ കാലം മാറി വരട്ടെ എന്ന് പറഞ്ഞ്, അതായത് ഇവരുടെ സമ്മതത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ. അതായത് എല്ലാം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വരുമൊന്നുമില്ല. അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മനസ്സ് മാറും, ഈ കാലവും മാറി നല്ല കാലം വരും എന്നുള്ള രീതിയിൽ അവരവിടെ വെയിറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. കാർഡ്സ് താഴെ പോയി. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഒരു പുതിയ ബിഗിനിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ? ഏസ് ഓഫ് കാപ്സ് അതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് വാൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോസിറ്റീവ് കാർഡ്സ് വന്നു തുടങ്ങി കേട്ടോ. അതായത് അവർക്ക് അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഒക്കെ ആയിരുന്നു പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെ അവർക്കൊരു തടസ്സമായിട്ട്, പൈസയായിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ, ജോലി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെ പ്രശ്നമെങ്കിൽ അവർ അത് തരണം ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ഇല്ല പോകരുത്, നമുക്ക് ഒരു പുതിയ തുടക്കത്തിനെ പറ്റിയിട്ട് ആലോചിക്കണം. കാരണം ഇവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരും. അതായത് ഒരു ലൈഫ് തുടങ്ങുന്നതിനെ പറ്റി, ജോലി ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ തന്നെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. മെസ്സേജ് എന്നാൽ സംസാരിക്കുന്നതായിരിക്കാം, കോൾ ചെയ്യുന്നതായിരിക്കാം, നേരിട്ട് സംസാരിക്കുന്നതായിരിക്കാം.
അങ്ങനെ ഒരു പോവരുത് എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്, നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തയ്യാറാണ് എന്നവർ പറയും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് അല്ലേ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഞാൻ ബാക്കി എല്ലാത്തിലും പറയാത്ത ഇത് ആദ്യത്തെ ഒരു പോസിറ്റീവ് വന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ബാക്കി എല്ലാം നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രാശികൾ ഇട്ടേക്കാം കേട്ടോ. Clarify Five of Pentacles, clarify Five of Pentacles, clarify Five of Pentacles, King of Wands, Two of Wands, ഓക്കെ, 6 of Pentacles. അവിടെ കടങ്ങളാണ് പ്രശ്നം. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ അവർ പറയും, അവർ മിക്കവാറും ജോലി സംബന്ധമായിട്ടൊക്കെ പുറം നാട്ടിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക കേട്ടോ. അതായത് ഇവർക്ക് വിചാരിച്ചാൽ ഓടി എത്താൻ പറ്റാത്തൊരു സ്ഥലത്തായിരിക്കും ഇവർ ജോലി. കാരണം അവർക്ക് കടങ്ങളുണ്ട്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹവുമാണ്. പക്ഷേ ദൂരെയാണ് ഇരിക്കുന്നത്, വേറെ നാട്ടിലൊക്കെ ആയിരിക്കും ജോലിയായിട്ട് ഇരിക്കുന്നത്. കാരണം ഇവർക്ക് പൈസ സമ്പാദിച്ചേ പറ്റൂ. കാരണം ഇവർക്ക് വീട്ടിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട്, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇവർക്ക്. ഞാൻ കഴിയുന്നതും ഞാൻ പല വീഡിയോസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇംഗ്ലീഷും മലയാളവും കലർത്തിയാണ് സംസാരിക്കാറ്. ഞാൻ ടാരോ പഠിച്ചതും ഇംഗ്ലീഷിലാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കയറി വരുന്നത്. ഞാൻ കഴിയുന്നതും ഞാനത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ അത് മലയാളത്തിലും തിരിച്ചും പറയാറുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം ചെറിയ വാക്കുകളൊക്കെ എല്ലാവർക്കും ഇംഗ്ലീഷിൽ അറിയണ്ടാവില്ലേ. എല്ലാവരും തന്നെ ഇപ്പം ഒരുവിധം ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് തന്നെയല്ലേ സംസാരിക്കാറ്. അപ്പോൾ ഇവിടെ അവർക്ക് ജോലി ചെയ്തേ മതിയാകും. കാരണം അവർക്ക് വീട്ടിൽ ഇത് ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ജോലി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കാരണം ദൂരദേശത്താണ്. അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ, അങ്ങ് പോയി കളയരുത്, മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ലേ ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരുന്നത്, നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, ഞാൻ ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്തോട്ടെ, ഞാൻ വരാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ടുള്ളത് പോസിറ്റീവ് കാർഡ്. 2 of Cups ഒക്കെ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ്. ക്ലാരിഫൈ 2 of Cups, ക്ലാരിഫൈ 2 of Cups. Knight of Cups ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ്. സ്റ്റാർ ആൻഡ് ദി സൺ. അവർ പറയും, അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അല്ല നിങ്ങളെ കാണാൻ വരാതെയൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണും, നിങ്ങളുടെ അടുത്ത് മാപ്പ് അപേക്ഷിക്കും. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള സ്റ്റാറാണ്, സണ്ണാണ്, മൂണാണ്, എല്ലാമാണ് എന്ന് പറയും കേട്ടോ. നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള വെളിച്ചം, നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നത്. അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളെ വിടൊന്നുമില്ല, മൂവ് ഓൺ ചെയ്തു പോകണം എന്നൊക്കെ പറഞ്ഞ് അവർ ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരൂ, പോവരുത്, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ പറയും. ഓക്കെ, ഫുൾ പോസിറ്റീവ് കാർഡാണ്. 2 of Cups ആണ്, റിയൂണിയൻ്റെ കാർഡാണ്. ഓക്കെ, King of Cups, ക്ലാരിഫൈ King of Cups, ക്ലാരിഫൈ King of Cups. ഇവിടെ ദ ഫൂൾ, 9 of Cups ആൻഡ് ദ ചാരിയറ്റ്. പോസിറ്റീവ് കാർഡ്സ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കിങ് ഓഫ് കപ്സ് സ്നേഹത്തിൻ്റെ കാർഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവർ ചിലപ്പോൾ സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ആക്ഷൻ ഒന്നും എടുക്കാതെ ഇരുന്നിട്ടുണ്ടാവും. ഒന്നും ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടാവും. സ്നേഹമാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ഇവർ യാതൊരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇരുന്ന് കാണും. പക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ പറയും, ഇല്ല, ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, എന്ത് റിസ്ക് ഇതിൻ്റെ പുറകിലുണ്ടെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ഒരു ഉറച്ച തീരുമാനവുമായിട്ട് ഞാൻ വരുന്നുണ്ട്, നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്ന് ഇവർ പറയും. ഓക്കെ,
അതായത് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബ്സിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കണം. ബാക്കിയൊന്നും ഞാൻ പ്രൊഫഷൻസ് പറഞ്ഞില്ല. ഇത് എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസും ആയിരിക്കും, വേറെ ദൂരദേശത്തൊക്കെ ആയിരിക്കും ഇവർ ഇരിക്കേണ്ടാവുക ജോലിയൊക്കെ ആയിട്ട് കേട്ടോ. ഒരുപാട് യാത്രകൾ, റിസ്ക് എടുത്തുള്ള യാത്രകളൊക്കെ, ബൈക്കിംഗ്, ട്രെക്കിംഗ് അങ്ങനത്തെ ഒക്കെ, ബൈക്ക് റൈഡിലൊക്കെ പോയില്ലേ ഒരുപാട് ദൂരെയൊക്കെ. അതേപോലെ എസ്പെഷ്യലി മൗണ്ടൻ ഏരിയാസിലൊക്കെ അങ്ങനെയൊക്കെ പോകാൻ, ഹിമാലയൻ റൈഡ് എന്നൊക്കെ പറഞ്ഞ് പോയില്ലേ, അങ്ങനെയൊക്കെ പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ഒരുപക്ഷെ കണ്ടുമുട്ടിയതും ഒരു യാത്രക്കിടയിലൊക്കെ ആയിരിക്കാം. അവിടെ ഇവർ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് മുന്നോട്ട് വരാം. നമുക്ക് റിലേഷൻഷിപ്പ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ്, കിങ് ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ, കിങ് ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ, കിങ് ഓഫ് സോർഡ്സ്. അവിടെ 7 ഓഫ് വോൺസ്, അത് കണ്ടില്ലേ, കിങ് ഓഫ് സോർഡ്സ് വന്നപ്പോഴേ തോന്നി. 4 ഓഫ് കപ്സ്. എന്തിനാ അങ്ങനെ ഒരു ഇത് അല്ലേ, ഒരു ദേഷ്യവും ഇതൊക്കെ എന്തിനാണ് അവിടെ? 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സും 5 ഓഫ് കപ്സും 7 ഓഫ് വോൺസും. ഇവർ കല്ല് പോലെ ഇരിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവരുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖത്ത് യാതൊരു വികാരവും യാതൊന്നും ഇവർ എക്സ്പ്രസ് ചെയ്യില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തകർന്നിരിക്കുകയായിരിക്കും. അവർക്ക് തോന്നുന്ന ആ ഫീലിംഗ് എന്താണെന്നുള്ളത് ഇവരങ്ങ് ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചിട്ട് ഭയങ്കര മിസ്സിങ് ആണ് നിങ്ങളെ. ഒരുപാട് സ്നേഹമാണ്, സങ്കടമായിരിക്കും നിങ്ങൾ പറയുമ്പോൾ, മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ തകർന്നടിഞ്ഞ് പോകുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇവരുടെ ഈഗോ മൂലം ഇവരുടെ അടുത്തു നിന്നൊരു സോറിയൊക്കെ നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ തപസ്സിരിക്കണം, എന്നാലും കിട്ടില്ല എന്നുള്ള ഒരു രീതിയാണ്. ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയാൽ പോലും ഇവർ ഒരു സോറി ഒന്നും പറയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. ആ ഒരു ഈഗോ മുറുകെ പിടിച്ചിട്ട് ശരി എന്നുള്ള രീതിയിൽ യാതൊരു ആക്ഷനും ഇവരെടുക്കില്ല. ഉള്ളിൽ തകർന്നടിഞ്ഞാൽ പോലും പുറത്തേക്കൊന്നും കാണിക്കാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പെരുമാറും. അതാണ് ഇവരുടെ ഒരു സ്വഭാവം. അത് അങ്ങനത്തെ ലാസ്റ്റിലത്തെ കാർഡ് അങ്ങനത്തെ ഒരു കാർഡായിപ്പോയി. അതാണ് അവരുടെ സൈഡിൽ നിന്ന് യാതൊരു ആക്ഷനും വരില്ല. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഗൈഡൻസ് വേണോ? ഗൈഡൻസ് മെസ്സേജസ് എടുത്താലോ ഈ റിലേഷൻഷിപ്പിന്? കാരണം കുറേ പേര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടതെന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് നമുക്ക് ഡിവൈൻ മെസ്സേജസും കൂടെ എടുത്ത് നോക്കിയിട്ട് നിർത്താം. ഓക്കെ, ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജസ് ആണ് ഇന്നത്തെ റീഡിങ് വെച്ചിട്ട് എന്താണ് തരാൻ പോകുന്നത് നോക്കാം. ലാക്കിംഗ് കോൺഫിഡൻസ്, സെൽഫ് സാബോട്ടാജ്, ഈഗോ ആൻഡ് ഫിയർ, ഫ്രസ്ട്രേഷൻസ്. ലാസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ളതാണത്. ഈഗോ മൂലം അവരൊന്നും ചെയ്യാതിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റബേണാണ് അവർ. സ്റ്റബേണായിട്ട്, അതായത് ഇങ്ങനെ പിടിവാശി കാണിച്ചിട്ട് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് അവിടെ പറയുന്നത്. സെൽഫായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേ കാർഡാണ് അവിടെ വന്നത്. റെമിനിസൈസിങ്, മേക്കിംഗ് മെമ്മറീസ്, ലേൺ ഫ്രം ദ പാസ്റ്റ്, പെർസെപ്ഷൻ. ചിലർ തെറ്റ് മനസ്സിലാക്കി മാപ്പ് അപേക്ഷിച്ച് തിരിച്ചു വരും. ഇതും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. തെറ്റ് മനസ്സിലാക്കി അവരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു വരും. കോമ്പറ്റീഷൻ ആൻഡ് എനിമി, ദി അതർ വുമൺ, ലുക്ക് ഓവർ യുവർ ഷോൾഡർ. ഇത് ഹെയർ ഓഫ് എൻഡും അതിന് മുന്നിലത്തെ സെറ്റും അവർക്കുള്ളതാണ്. ആ ഒരു പ്രിഫറൻസ് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സണ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഇത് നമ്മുടെ റീഡിങ്ങിൻ്റെ കൺഫർമേഷനാണിത്. ഹെൽത്തി ചോയ്സസ്, സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ, ബീൻ ഹാപ്പിയർ, ലവ് ആൻഡ് ലൈഫ്. സ്വന്തം കാര്യത്തിലും കൂടി കുറച്ച് ഫോക്കസ് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ ചുറ്റിപ്പറ്റിയല്ല നമ്മുടെ ജീവിതം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് വേറെ ആരും ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാനും സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ.
ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ബ്ലൂമിങ് റൊമാൻസ് ഫ്ലേർട്ടിംഗ് വോണ്ട് ഡേറ്റ്. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹയർ കമ്മിറ്റ്മെൻറ്റ്, ഇറ്റേണിറ്റി, പാർട്ട്ണർഷിപ്പ് ആൻഡ് യൂണിയൻ കംപ്ലീഷൻ. ചിലർ ഒരു പടി മുന്നോട്ട് പോകാം എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലർ അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്ന അവർക്കുള്ളതാണത്. ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കല്യാണമൊക്കെ അവിടെ വരുന്നതായിട്ട് കാണുന്നു. നീഡിങ് ടൈം, സൈക്കിൾസ് ആൻഡ് ടേക്സ് ടൈം ടു ഹീൽ, പ്രോഗ്രസിങ്. ഇത് വെയിറ്റ് ചെയ്യൂ, വരാം എന്ന് പറഞ്ഞവർക്കുള്ളതാണ്. അതിൻ്റെ കൺഫർമേഷൻ ആണത് കേട്ടോ. സെൽഫ് വർത്ത് ആൻഡ് വാല്യൂ, ടൈം ടു ഹീൽ, ഷാഡോ വർക്ക്, സെൽഫ് അപ്രീസിയേഷൻ. നേരത്തെ പറഞ്ഞത് അതേ കാർഡിൻ്റെ താഴെ തന്നെ അതും വന്നിരിക്കുന്നത്. സെൽഫ് ലവ്, സെൽഫ് വർത്തിനെ പറ്റിയിട്ട് സ്വന്തം കാര്യങ്ങൾ കുറച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. 4 കാർഡോടെ എടുക്കാം. സാബട്ടാജ് ആൻഡ് റീബിൽഡ്, പെർസിസ്റ്റൻറ്റ് വർക്കിംഗ് ഓൺ ഇറ്റ്, റിപ്പയറിങ്. ചിലർ അവരുടെ റിലേഷൻഷിപ്പ് ഒന്നുകിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കേസ് ഒക്കെ ഉള്ളവരുടെ കാര്യമായിരിക്കും. അവിടെ അത് മാറുമ്പോൾ അവർ വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഫിയർ ഓഫ് ഇൻറ്റിമസി, റണ്ണിങ് അവേ, ഇൻറ്റൻസിറ്റി ആൻഡ് ലെറ്റിംഗ് ഗോ, ടെർമോയിൽ ആൻഡ് ഫ്ലീറ്റിംഗ്. ഒരു കാരണവും പറയാതെ മാറി നിൽക്കുന്നവർക്കുള്ള ഒരു എക്സ്പ്ലനേഷനാണത്. അവർക്ക് ഇൻറ്റിമസിയോടുള്ള പേടിയാണ്, അടുത്ത് വരാനുള്ള പേടിയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഭയമാണ്, ഒരു ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു ഭയം. അതൊക്കെയാണ് അവരെ തടുക്കുന്നത് എന്നാണ് അവിടെ കാണുന്നത്. ടേക്കിംഗ് എ ചാൻസ്, റിസ്ക്സ് ആൻഡ് ഓപ്ഷൻസ്, നോട്ട് ഷോയിങ് ഹാൻഡ്, ഗാംബ്ലിംഗ്. ഓക്കെ, അവർ റിസ്ക് എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ. ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, റിസ്ക് എടുത്ത് എന്ത് തന്നെ റിസ്ക് ആയാലും അതെടുത്ത് മുന്നോട്ട് വരാമെന്ന് അവർ പറയുമെന്ന് പറഞ്ഞില്ലേ. ആ ഒരു കേസിൻ്റെ ആണ് അവിടെ കൺഫർമേഷനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ന്യൂ ഫേസ് ആൻഡ് റീകിൻഡിൽ, റിന്യൂ ആൻഡ് ഗ്രോത്ത്, ചേഞ്ച്ഡ് മൈൻഡ്, റൈസ് ഫ്രം ആഷസ്. എന്ത് തകർന്നടിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആയാലും അവിടെ നിന്ന് നിങ്ങൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരു ബ്രേക്കപ്പ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, അവിടെ തകർന്നടിഞ്ഞ് ഇരിക്കരുത്. അവിടെ നിന്ന് എണീറ്റ് വരാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. അൺകണ്ടീഷണൽ ലവ്, സെൽഫ് ലവ് ആൻഡ് ഹോൾനെസ്, എഫെക്ഷൻ, അട്രാക്ഷൻ, സെൽഫ്ലെസ്നെസ്. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു അൺകണ്ടീഷണൽ ലവാണ്. ആ കാർഡും ഉണ്ടായിരുന്നു അല്ലേ, രണ്ടും കൽപ്പിച്ച് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഒരു എക്സ്പ്ലനേഷനാണത്. ട്വിൻ ഫ്ലെയിംസ്, യിൻ യാങ്, ബാലൻസ്, യൂണിയൻ, ഡുവാലിറ്റി, കോംപ്ലിമെൻറ്റ്, പോളാർ ഓപ്പോസിറ്റ്സ്. ഓക്കെ, നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിംസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് എന്നും പറയുന്നുണ്ട്. കോഫൻ, ന്യൂ ബിഗിനിങ്സ്, ലിബറേഷൻ, റീബോൺ ആൻഡ് ട്രാൻസിഷൻ, ട്രാജിക് എൻഡിങ്സ്. ഇത് മറ്റേ ഡെത്ത് കാർഡ് വന്ന ആ ഗ്രൂപ്പുകാർക്കുള്ളതാണത്. അവിടെ ഒരു സൈഡിൽ ട്രാജിക് എൻഡിങ് ആണെങ്കിലും മറ്റേ സൈഡിൽ ന്യൂ ബിഗിനിങ് ആണ്. അതാണ് ഡിവൈൻ അവിടെ പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ, ഏകദേശം നമ്മുടെ റീഡിങ്ങുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള കാർഡ്സ് ആയിരുന്നില്ലേ? ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനലായിട്ട് ആദ്യമായിട്ടാണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കഴിയുമെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താൽ എന്താ അറിയോ, നമുക്ക് കുറച്ചുകൂടി റീച്ചബിലിറ്റി കിട്ടും, കുറച്ച് കൂടുതൽ ഫീഡ്സിൽ നമ്മുടെ വീഡിയോ അപ്പിയർ ആവും. അതാണ് ഹൈപ്പ് കൊണ്ടുള്ള പ്രയോജനം. ഓക്കെ, വേറെ എന്താണ്, അപ്പോൾ ഇതേപോലത്തെ പുതിയ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, കാരണം സബ്സ്ക്രിപ്ഷനിലാണ് ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വരുന്നത്. ഞാൻ നിങ്ങളിൽ ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തമ്മിൽ ഒരു ലിങ്ക് വേണം എന്നുള്ളത് അവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ വേണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും എത്രത്തോളം റെസനേറ്റ് ആയെന്ന് കമൻറ്റിൽ പറയൂ. ഓക്കെ, അപ്പോൾ വീണ്ടും എത്രയും പെട്ടെന്ന് പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നാളെ 11 മണിക്ക് ലൈവിന് വരിക. ഓക്കെ, ബൈ.